ഇന്ന് മാർച്ച് 8 ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്കൂളിലെ ആനുവൽ ഡേ ആണ് മാർച്ച് 8 നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇൻട്രോ പോലെ എടുത്തിരിക്കുന്നത്. ആകെ ടയേർഡായിട്ടിരിക്കുകയാണ്. അടിപൊളി ഡാൻസാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഈ സാരി നമ്മുടെ മാം എല്ലാവർക്കും, നമ്മുടെ സ്കൂളിലെ എല്ലാ സ്റ്റാഫിനും നമുക്ക് സാരി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിനെല്ലാം യെല്ലോ ഷെയ്ഡും ആൻറ്റിമാർക്കൊക്കെ മെറൂൺ കളർ ഷെയ്ഡുമാണ് സാരി വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്ലൗസിന് ഹൈനെക്ക് വെച്ചിട്ടാണ് നമ്മളിത് തയ്ച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൈക്ക് ഒരു ലൈനും വെച്ച് നമ്മൾ തയ്ച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വലിയ കമ്മലാണ് ഹൈനെക്കിൻ്റെ കൂടെ ചേരുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു മാലയും കൂടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ വലിയ കമ്മൽ ഇടുമ്പോൾ നമ്മുടെ ചെറിയ മാലയാണ് നമുക്ക് നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞ് വന്ന് ടയേർഡായിട്ടിരിക്കുന്ന ടൈം ആയതുകൊണ്ട് മുടിയൊക്കെ അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ട്. അതുപോലത്തെ പെർഫോമൻസാണ് നമ്മുടെ സ്റ്റേജിൽ നമ്മൾ കാഴ്ച വെച്ചിരിക്കുന്നത്. എല്ലാം നമുക്ക് വഴിയെ കാണിച്ചു തരാം. നമ്മുടെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളും ഡാൻസ് പഠിച്ചിരുന്നു, പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പോൾ അത് മാം നമുക്ക് സാരിയാണ് എടുത്തു തന്നിരിക്കുന്നത് ആനുവൽ ഡേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാരി ഉടുത്തൊന്ന് കളിച്ച് നോക്കേണ്ടതായിട്ട് വന്നു. അപ്പം നമ്മൾ എല്ലാവരും ഒരു ദിവസം സാരി ഉടുത്തുകൊണ്ട് വന്ന് കളിക്കാം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റേജിലും ഡാൻസ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റേജ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ആനുവൽ ഡേയുടെ 2 ദിവസം മുന്നേ നമ്മുടെ സ്റ്റേജ് ഒക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സ്റ്റേജിലും അതുപോലെ ഒന്ന് പെർഫോം ചെയ്ത് നോക്കി. കുറേ പാട്ടുകൾ കൂട്ടി ഇണക്കിയാണ് നമ്മുടെ ഡാൻസ് സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് രാവിലെ മുടി ഒക്കെ ഒന്ന് ശനിയാഴ്ച രാവിലെ, അതായത് 8 രാവിലെ നമ്മൾ കനനിയിൽ പോയിട്ടാണ് നമ്മൾ മുടി സെറ്റ് ചെയ്തത്. ഞങ്ങളുടെ പ്രോഗ്രാം 4 മണി തുടങ്ങി 7 മണി വരെ ആയിരുന്നു ടൈം തന്നിരുന്നത്. പക്ഷേ രാവിലെ തന്നെ ഞാൻ ഈ കനനിയിൽ വന്നിരുന്നിട്ട് നമുക്ക് ഒരു 12 മണിയായി നമ്മുടെ മുടിയൊക്കെ ഒന്ന് സെറ്റായി കിട്ടാനായിട്ട്. അത്രയ്ക്ക് ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ്, ഒരു സ്ഥാപനമാണ് ഈ കനനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും അവിടെ തന്നെ പോയിട്ടാണ് മുടി വെട്ടാറുള്ളത്. ഇതിപ്പോൾ ഞാൻ മുടി വെട്ടിയിട്ട് മാത്രമേ ഉള്ളൂ, മുടി വെട്ടി ഒന്ന് സെറ്റ് ചെയ്തതേ ഉള്ളൂ. കാരണം നമ്മുടെ ആനുവൽ ഡേക്ക് ഒന്ന് ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു. അങ്ങനെ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ മുടിയൊക്കെ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് 1 മണി കഴിഞ്ഞു. നമ്മൾ 2 മണിയാണ് നമ്മുടെ സ്കൂളിൽ പറഞ്ഞ ടൈം, എല്ലാ സ്റ്റാഫും എത്താനായിട്ടുള്ള ടൈം. അപ്പോൾ നമ്മൾ സാരിയൊക്കെ ഉടുത്ത് നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 മണിയാകാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കി സ്റ്റാഫ് എല്ലാവരോടും നമ്മൾ പറഞ്ഞത് ടൈം 2 മണിയാണ്. അപ്പോൾ നമ്മൾ 2 മണിക്ക് തന്നെ നമുക്ക് സ്കൂളിൽ എത്തിച്ചേരാൻ പറ്റി. അപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാ സ്റ്റാഫും എല്ലാ സുന്ദരിമാരും ഇവിടെ റെഡിയായി വന്ന് നിൽപ്പുണ്ട്. എല്ലാവരും പറഞ്ഞ സമയത്ത് തന്നെ എത്തി. ഒരാൾ മാത്രം ലേറ്റ്, അതായത് 10 മിനിറ്റ് ലേറ്റായിട്ടാണ് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ സോളി മിസ്സാണ്. സോളി മിസ് 1 മണിക്ക് വരാമെന്ന് പറഞ്ഞ് പോയ ആൾ വന്ന ടൈം 2:10 കഴിഞ്ഞപ്പോഴാണ് വരുന്ന വരവ് കണ്ടോ. സോളി മിസ് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒരുങ്ങി സാരിയൊക്കെ ഉടുത്ത് സെറ്റായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആനുവൽ ഡേ തുടങ്ങാനായിട്ട് ഏതാനും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ നമ്മുടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കസേരകളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലെ പ്രോഗ്രാമിന് നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വരുന്ന എല്ലാ പാരൻസിനും നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനുള്ള സ്ഥല സൗകര്യങ്ങൾ നമ്മുടെ സ്കൂളിലുള്ളത് കൊണ്ട് നമുക്ക് അതെല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റി. ഇത് ഒരു ക്ലാസ് റൂമാണ്.
അപ്പോൾ ഈ ക്ലാസ് റൂമിൽ ഫുഡ് കഴിക്കാനുള്ള ചെയറും ടേബിളുമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവർ എല്ലാ സാധന സാമഗ്രികളും ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിൽ ഞാൻ പകർത്തിയതാണ്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം.